നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗിന്റെ അതിരുവിട്ട അവകാശവാദമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തേണ്ടെന്നും CP മാത്യു തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മിഷൻ 2025 കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇടുക്കി കാൽവരി മൗണ്ട് മേഘമല റിസോർട്ടിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ വികസന വകുപ്പ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ മുഖാന്തരം വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റ് ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ഏകോപന സമിതി തൊടുപുഴ സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 5 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന മൗണ്ട് സിനായി ഹോസ്പിറ്റലിൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നു. കാഴ്ച വിരുന്നൊരുക്കി കല്യാണത്തണ്ടിൽ മേട്ടുകുറുങ്ങി പൂത്തതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. എന്നാൽ പൂക്കൾ വ്യാപകമായി നശിക്കപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗിന്റേത് അതിരുവിട്ട അവകാശവാദമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തേണ്ടെന്നും CP മാത്യു തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM ലീഗ് കുതിരക്കച്ചവടത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂറാണ്. കേരള കോൺഗ്രസിനും കടുത്ത വിമർശനമുണ്ടായി. തൊടുപുഴ നഗരസഭാ ഭരണം നഷ്ടമായ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ലീഗ് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ പേടിപ്പിക്കരുതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ലീഗിന്റേതെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു. CPM ലീഗ് നടത്തുന്നത് കൂട്ടുകച്ചവടമാണ്. 3 മാസം വിദേശത്തായിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ LDFുമായി ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ചെയർമാൻ തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് നാട്ടിലെത്തിയത്. ലീഗിന്റെ ഭീഷണിയൊന്നും കോൺഗ്രസിനോട് വേണ്ട. അടുത്ത തവണ ലീഗ് സ്വതന്ത്രമായി മത്സരിച്ച് വിജയിക്കട്ടെ. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ലെന്ന് CP മാത്യു പറഞ്ഞു. ഞങ്ങളുടെ ഊഴമാണിത്. 2 വർഷക്കാലം കിട്ടേണ്ട ഊഴം ഞങ്ങൾക്ക് ഇനി 16 മാസമേ ഉള്ളൂ. എന്നാൽ പോലും മുന്നണിയുടെ ഐക്യത്തിനു വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് 6 മാസം തരാം, പക്ഷേ ആദ്യത്തെ ടൈം നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷുക്കൂർ സാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ആദ്യം തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സൗഹാർദ്ദ മത്സരമാകാം എന്ന് പറഞ്ഞു. സൗഹാർദ്ദ മത്സരം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നിഘണ്ടുവിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സൗഹാർദ്ദപരമായ മത്സരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് ചതിയുടെയും കൊടിയ വഞ്ചനയുടെയും ഫലമാണ്. ഇപ്പോൾ എന്നിട്ട് കോൺഗ്രസിന്റെ മേലാണ് പഴിയാറുന്നത്. എന്തിൻ്റെ പേരിൽ? ആടിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അവൻ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട്, ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും. അടിത്തറയിൽ വിദ്യാർത്ഥിയായി, ചെറുപ്പക്കാരുടെ സംഘടന യൂത്ത് കോൺഗ്രസ്സായി, INTUC ആയി, എല്ലാ മേഖലയിലും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ജില്ലയിൽ കഴിഞ്ഞ 4 ടേമായി കോൺഗ്രസ് MLA-മാരില്ല. പക്ഷേ അതിനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ താറുമാറാക്കാൻ, മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനഃപൂർവ്വം വിദേശത്തിരുന്നു കൊണ്ട് ഷുക്കൂർ കാണിച്ച ആ കൂട്ടുകച്ചവടം അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഉത്തര കേരളത്തിന്റെ ഉമ്മക്കി കാട്ടി ഇടുക്കിയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്നത്. ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോട് വേണ്ട എന്ന മാന്യമായ ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗ് മാറി നിൽക്കുന്നു എന്നാ പറയുന്നത്. അവർ സ്ഥിരമായി മാറി നിൽക്കട്ടെ. 2025 തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് തീരുമാനം ഉണ്ടാക്കാനും
ഞങ്ങൾക്ക് കഴിയും. അതിന് ലീഗിന്റെ സഹായം വേണ്ട. വിവരങ്ങൾ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. MA കരീമിനെ പോലെ സാധാരണക്കാരനായ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ തൊടുപുഴ നഗരസഭ ചെയർമാനാക്കാൻ അവരുടെ പാർട്ടിയിലെ വരേണ്യ വർഗത്തിന് താല്പര്യമില്ലാത്തതാണ് തൊടുപുഴ നഗരസഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. MA കരീം എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താല്പര്യമില്ല മുസ്ലിം ലീഗിലെ വരേണ്യ വർഗത്തിന്. അതുണ്ടായിരുന്നുവെങ്കിൽ 6 മാസക്കാലം രണ്ടാമത്തെ ടേം മതി എന്നവർ സമ്മതിക്കുമായിരുന്നു. കരീമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. സൗഹൃദ മത്സരം എന്നത് LDFന് വോട്ട് ചെയ്യാനുള്ള അവസരമാക്കി മുസ്ലിം ലീഗ് മാറ്റിയെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസിന് ആദ്യ ടൈമിൽ 1 വർഷവും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും തുടർന്ന് 2 വർഷവും വീതമാണ് ചെയർമാൻ പദവി തീരുമാനിച്ചിരുന്നത്. ദൗർഭാഗ്യവശാൽ അന്ന് ഭരണം കൈവിട്ടുപോയി. ആ ധാരണ പ്രകാരം ഇപ്പോൾ അവശേഷിക്കുന്ന 16 മാസം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അത് ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയാത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. കോൺഗ്രസിനെതിരെ ലീഗ് ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണ്. BJPയെ സഹായിക്കാനാണ് കോൺഗ്രസിന് ലീഗിന് ഒഴിവാക്കിയതെന്നാണ് ഒരാരോപണം. എന്നാൽ MA കരീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത് BJPയുടെ വോട്ട് വാങ്ങിയാണെന്ന കാര്യം മറക്കരുത്. മുന്നണിയുടെ എല്ലാ കാര്യങ്ങളും ലീഗിന്റെ തലയിലൂടെയാണ് പോകുന്നതെന്ന വിചാരം വങ്കത്തരമാണ്. 9ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങുക മാത്രമാണ് ലീഗ് ചെയ്തത്. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെടുത്ത കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് CP മാത്യു കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, ചാർലി ആന്റണി, തോമസ് മാത്യു കക്കുടിയിൽ, ജോസ് അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA വാർഷികവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂളിലെ 1990, 1992 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മക്കൂടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ VHSC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA വാർഷികവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി. നമ്മുടെ സ്കൂൾ കമ്പൗണ്ടിൽ ഞങ്ങൾ PTAയിൽ വന്ന ആദ്യത്തെ വർഷം തന്നെ എടുത്ത തീരുമാനമാണ് നമ്മുടെ സ്കൂളിൻ്റെ അതുപോലെ തന്നെ കുട്ടികളുടെയും ഏറെയും പെൺകുട്ടികളാണ് സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുകയും ആ ക്യാമറ സ്ഥാപിക്കുന്നതിന് കുട്ടികളിൽ നിന്ന് 100 രൂപ കളക്ട് ചെയ്യണം. നിയമപരമായിട്ട് PTAയുടെ നേതൃത്വത്തിൽ അത് പിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അധ്യാപകർക്ക് അത് പിരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ PTAയുടെ പൊതുയോഗത്തിൽ വെച്ച് ആ കാര്യത്തിന് അംഗീകാരം തേടി അങ്ങനെ ഒരു 100 രൂപ വെച്ച് പിരിച്ചുകൊണ്ട് നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏറ്റവും വിഷമിച്ചൊരു കാര്യമാണ് ആ വർഷത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആ കാര്യത്തിൽ യാതൊരു നിലപാടും അനുകൂലമായിട്ട് എടുത്തില്ല. കുട്ടികൾക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. രക്ഷിതാക്കളുടെ ഇത് പൈസ മേടിച്ചെന്നാണ് പല രക്ഷിതാക്കളിൽ നിന്ന് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഏതാണ്ട് 13,000 രൂപ മാത്രമാണ് ആ വർഷം നമുക്കത് പിരിഞ്ഞില്ല. ആ 13,000 രൂപ പിരിഞ്ഞു കിട്ടിയതിലും എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഏതാണ്ട് 6,000 രൂപയുള്ളൂ സെക്കൻഡ് ഇയർ. 15,000 രൂപ വരേണ്ടതാണ്. ആ പദ്ധതി നടപ്പിലാവില്ല എന്നൊരു ഘട്ടം വന്നു. തീർച്ചയായിട്ടും അത് PTAയുടെ കമ്മിറ്റിയുടെ ഏറ്റവും അഭിമാനപരമായ ഒരു പദ്ധതിയായിരുന്നു അത്. ആ പദ്ധതി നടപ്പിലാകില്ല എന്ന ഘട്ടം വന്നപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു PTA യോഗത്തിൽ വെച്ച് ഞാൻ ബഹുമാന്യയായ പ്രിൻസിപ്പാളിനോട് ദേഷ്യപ്പെടുക വരെ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായി. അത് ഈ അവസരത്തിൽ അങ്ങനെ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ പ്രിൻസിപ്പാളിനോട് ഉള്ള ഖേദം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയും കഴിയും. ചടങ്ങിൽ സ്കൂളിലെ 1990-92 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ VHSC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ ദിൽഷ ഫാത്തിമ, അലൻ ജോസ് മാത്യു, ഫ്രാൻസിസ് ജോസഫ്, സാറ ഷാജഹാൻ, ജിയാൻ ജസ്, ഷിഫാന PS എന്നിവരെ ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചു. സ്തുത്യർഹമായ സേവനം നടത്തിയ PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ, SMC ചെയർമാൻ മുഹമ്മദ് ഫസിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ സ്മിത രാജം വർഗീസ്, HM ഇൻചാർജ് ലസീമ PS, SMC ചെയർമാൻ മുഹമ്മദ് ഫസിൽ, MBTA പ്രസിഡന്റ് ജൂബി ജീവൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് എസേദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി മുഹമ്മദ് ഫസിൽ PTA പ്രസിഡന്റ്, ജസീല നജീബ് MBTA പ്രസിഡന്റ്, TM താജ്മോൾ SMC ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മിഷൻ 2025 കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇടുക്കി കാൽവരി മൗണ്ട് മേഘമല റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. മിഷൻ 2025 കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇടുക്കി കാൽവരി മൗണ്ട് മേഘമല റിസോർട്ടിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് നമ്മുടെ കാരണവരായിട്ടുണ്ടെങ്കിലും ബാക്കി പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന നേതാക്കളൊക്കെ ചെറുപ്പക്കാരായ ആളുകളാണ്. അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷ രാജ്യത്തിനുണ്ട്. അപ്പോൾ അതൊരു സാഹചര്യമാണ്.
നമുക്കിപ്പോൾ താഴേക്ക് വാർഡുകളിലേക്ക് ഇറങ്ങിയാൽ കോൺഗ്രസ് പ്രവർത്തകരെ അല്ലെങ്കിൽ നമുക്ക് അനുഭാവികളായി പണ്ടുണ്ടായി ഇന്ന ആളുകളുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചവരും നമ്മളോട് താല്പര്യമില്ലാത്തവരും ഒരു വിരക്തി മൊത്തത്തിൽ ബാധിച്ചവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മൾ ഒരു നോട്ടീസ് അടിച്ച് അവരെ കൂടി ക്ഷണിച്ച് നമ്മൾ വാർഡ് കമ്മിറ്റിയോട് കൂടിയാൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ ഭാഗമാണ്. ഒരു 2 പ്രാവശ്യം ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളുള്ള പിന്നെ പഞ്ചായത്തുകളുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ ആയിരിക്കും അവിടുത്തെ 2 കൂട്ടരെ വിളിച്ചു കൂട്ടാനുള്ള ഉത്തരവാദിത്വം. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി, DCC പ്രസിഡന്റ് CP മാത്യു, അഡ്വക്കേറ്റ് S അശോകൻ, EM ആഗസ്തി, റോയ് കെ പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, MN ഗോപി, AP ഉസ്മാൻ, നിഷ സോമൻ, MK പുരുഷോത്തമൻ, ജോർജ് ജോസഫ് പടവൻ, ST അഗസ്റ്റിൻ, ആഗസ്തി അഴകത്ത്, KJ ബെന്നി, ജെയ്സൺ K ആന്റണി, KB സെൽവം, മനോജ് മുരളി, ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പട്ടികവർഗ വികസന വകുപ്പ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ മുഖാന്തരം വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റ് ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ഏകോപന സമിതി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ഭക്ഷ്യവിഷബാധയേറ്റ എല്ലാ ആദിവാസികൾക്കും അടിയന്തര ചികിത്സാ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരുവിധ പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്ന് സംഘടന ആരോപിച്ചു. ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഭക്ഷ്യക്കിറ്റിലെ സാധനങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് തെളിയിക്കുന്ന പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു. കേരള പട്ടികവർഗ വികസന വകുപ്പ് പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങൾക്ക് എല്ലാ വർഷവും പഞ്ഞമാസത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാറുണ്ട്. ഈ വർഷവും പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തിരുന്നു. എന്നാൽ പട്ടികവർഗ വികസന വകുപ്പ് ജില്ലാ പ്രോജക്ട് ഓഫീസർ മുഖാന്തരം തൊടുപുഴ താലൂക്കിലെ പട്ടികവർഗ മേഖലയിൽ നൽകിയ ഭക്ഷ്യക്കിറ്റ് ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ഭക്ഷ്യവിഷബാധയേറ്റ എല്ലാ ആദിവാസികൾക്കും അടിയന്തര ചികിത്സാ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരുവിധ പ്രയോജനവും ലഭിച്ചിട്ടില്ല. കൂടാതെ ഇത്തരം ഗൗരവകരമായ ഒരു പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയുമാണ് ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ആദിവാസി ഏകോപന സമിതി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് TT മനോജ് ഉദ്ഘാടനം ചെയ്തു. അതപ്പകരമായ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഊരുകളിലേക്ക് ഇവർ യാതൊരുവിധ സഹായങ്ങളും ചെയ്യുന്നില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഊരുകളിലെ ഉന്നമനങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. അതെല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞ് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ദിവസം ആത്മാർത്ഥമായി നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ജോലി ചെയ്യൂ. ഞങ്ങളുടെ വിയർപ്പുകളാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷിക്കുന്നത്. അതിനുള്ളൊരു ജോലി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ്. ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഭക്ഷ്യക്കിറ്റിലെ സാധനങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് തെളിയിക്കുന്ന പരിശോധനാ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ടെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു. ഇതിനോടകം നിരവധി പരാതികൾ പട്ടികവർഗ വികസന വകുപ്പ് നടത്തിവരുന്ന ഭക്ഷ്യക്കിറ്റ് സംബന്ധിച്ച് ആദിവാസി മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. പട്ടികവർഗ വികസന വകുപ്പ് നേരിട്ട് നൽകിയ ആദിവാസികളുടെ പഞ്ഞമാസക്കാലത്ത് കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ വളരെ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങളും അതിൽ പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഒരു എണ്ണ നമുക്ക് കിട്ടുകയുണ്ടായി. ആ എണ്ണ പൊട്ടിക്കുമ്പോൾ തന്നെ അത് വളരെ വെളിച്ചെണ്ണയുടെ യാതൊരുവിധ ഒരു ഗുണനിലവാരമില്ലാത്ത സ്മെല്ലും, അതോടൊപ്പം തന്നെ അത് ഭക്ഷ്യസാധനത്തിനായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അത് കഴിച്ച ആളുകൾക്കെല്ലാം തന്നെ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം വയറ്റിൽ പ്രശ്നങ്ങളുണ്ടാകുകയും അവർക്ക് ആശുപത്രിയിൽ പോയി അവർക്ക് ചികിത്സ തേടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ട നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെട്ട ഓഫീസർമാരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം അവർ നിഷേധിക്കുകയും ഈ എണ്ണ കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അഥവാ ഉണ്ടായെങ്കിൽ തന്നെ ആ എണ്ണകൾ മാറ്റിത്തരാമെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ആ എണ്ണ പരിശോധനയ്ക്ക് ഞങ്ങൾ അയക്കുകയും ആ എണ്ണ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദിവാസി ഏകോപന സമിതിയുടെ കെയർ ഓഫീസ് തന്നെയാണ് അയച്ചു കഴിഞ്ഞപ്പോൾ അത് ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണയാണെന്നും അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നും മരണം വരെ സംഭവിക്കാനുള്ള രീതിയിൽ അത് ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് അതിൽ നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യൽ അവ ബഹിഷ്കരിക്കുവാനും അവ വിതരണം ചെയ്യാതിരിക്കാനുള്ള നടപടികൾ ആദിവാസി ഏകോപന സമിതി സ്വീകരിക്കും എന്നുകൂടി ഞാൻ പറയുകയാണ്. വൈസ് പ്രസിഡന്റ് PA മോഹനൻ, ജനറൽ സെക്രട്ടറി KK രാജൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അശോക് കുമാർ, ജില്ലാ പ്രസിഡന്റ് OS ശ്രീജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകല മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 5 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന മൗണ്ട് സീനായി ഹോസ്പിറ്റൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായ മൗണ്ട് സീനായി ഹോസ്പിറ്റലും ഡോക്ടർ ജോസ് പോളും
തൊടുപുഴയുടെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 6 ദശാബ്ദങ്ങളിലേറെയായി തന്നോട് കാണിച്ച സ്നേഹാദരവുകൾക്ക് പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുകയും ഭാവിയിലും എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നതായും ഡോക്ടർ ജോസ് പോൾ അറിയിച്ചു. 5 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന മൗണ്ട് സിനായ് ഹോസ്പിറ്റൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായ മൗണ്ട് സിനായ് ഹോസ്പിറ്റലും ഡോക്ടർ ജോസ് പോളും തൊടുപുഴയുടെ ഭാഗമായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ജോസ് പോളിന്റെ സേവനം കരുണ ആശുപത്രിയിലും ചെറുകിട വ്യവസായ നീതി ലാബിലും തുടരും. ഞാൻ ഡോക്ടർ ജോസ് പോൾ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരോടും 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ 1968 മുതൽ വാഴക്കുളം ആശുപത്രിയിൽ 8 കൊല്ലം ജോലി ചെയ്തു. അതിനുശേഷം തൊടുപുഴ മൗണ്ട് സിനായ് ആശുപത്രി, എൻ്റെ ആശുപത്രിയിൽ ഇവിടെ കഴിഞ്ഞ 46 കൊല്ലത്തിലധികം ഇവിടെ ജോലിയായി. അങ്ങനെ പറയുകയാണെങ്കിൽ ഡോക്ടറായിട്ട് ഇപ്പോൾ 62 വർഷമായി. 62 കൊല്ലം ഡോക്ടർ ജോലി ചെയ്തിട്ട് ഈ തൽക്കാലത്തേന് മൗണ്ട് സിനായ് ആശുപത്രി വിട്ടിട്ട് കരുണ ആശുപത്രിയിലും ന്യൂമാൻ കോളേജിനടുത്തുള്ള ചെറുകിട വ്യാപാരി വ്യവസായ ആ സ്ഥാപനത്തോടനുബന്ധിച്ചുള്ള നീതി ലാബ് സ്കാനൊക്കെയുള്ള ആ സ്ഥലത്തും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 1 മണി വരെ കരുണ ആശുപത്രിയിലും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ വ്യാപാരി വ്യവസായി അവരുടെ ആ സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിവരം അറിയിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം ഇത്രയും കൊല്ലങ്ങളായിട്ട് എന്നോട് കൂടി നിന്ന് എന്നെ സഹായിച്ച എൻ്റെ ജനത്തോട് ഒരു നല്ല വാക്ക് പറയുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. എനിക്കിതായത് എല്ലാ സേവനങ്ങൾക്കും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും എൻ്റെ നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ എനിക്ക് ആവശ്യമല്ല, അത്യാവശ്യമുണ്ടെന്ന് ഞാൻ പറയും. എല്ലാവരും എനിക്ക് കൂട്ടായിരിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ ജോസ് പോൾ 2024 ഓഗസ്റ്റ് 17 ശനിയാഴ്ച മുതൽ തൊടുപുഴ കരുണ ആശുപത്രിയിൽ ജോയിൻ ചെയ്യും. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പ്രവർത്തന സമയം. വൈകുന്നേരം 4 മുതൽ 6 വരെ ന്യൂമാൻ കോളേജിന് സമീപമുള്ള ചെറുകിട വ്യവസായി സഹകരണ സംഘത്തോട് ചേർന്ന് OP കൺസൾട്ടേഷൻ നടത്തുന്നതാണ്. പഴയ OP ചാർട്ടുകൾ വീടിനോട് ചേർന്നുള്ള ഓഫീസിൽ നിന്നും ഓഗസ്റ്റ് 31 വരെ ലഭിക്കുന്നതാണ്. പഴയ OP ചീട്ടുകൾ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 6 ദശാബ്ദങ്ങളിലേറെയായി തന്നോട് കാണിച്ച സ്നേഹാദരവുകൾക്ക് പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുകയും ഭാവിയിലും എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നതായും ഡോക്ടർ ജോസ് പോൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ അല്ലസർ പബ്ലിക് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വളർന്നുവരുന്ന പ്രമുഖ ഗായികയും കൈരളി പട്ടുറുമാൽ സീസൺ 12 ഫൈനലിസ്റ്റുമായ അസ്ന ഖാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളിൽ 7 കാറ്റഗറികളിലായി 56 ഇനങ്ങളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ 700-ലധികം കുട്ടികൾ മാറ്റുരയ്ക്കുമെന്ന് കോർഡിനേറ്റർ ഷബാന PA അറിയിച്ചു. ഡിലൈറ്റ് 2024 അല്ലസർ പബ്ലിക് സ്കൂൾ കലോത്സവത്തിന് ഗംഭീരമായ തുടക്കം. വളർന്നുവരുന്ന പ്രമുഖ ഗായികയും കൈരളി പട്ടുറുമാൽ സീസൺ 12 ഫൈനലിസ്റ്റുമായ അസ്ന ഖാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം കിട്ടിയിട്ട് എല്ലാവരും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിട്ട് ഓൾ ദി വെരി ബെസ്റ്റ്. 4 ദിവസങ്ങളിൽ 7 കാറ്റഗറികളിലായി 56 ഇനങ്ങളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ 700-ലധികം കുട്ടികൾ മാറ്റുരയ്ക്കുമെന്ന് കോർഡിനേറ്റർ ഷബാന PA അറിയിച്ചു. നാടിന്റെ കലാസമ്പന്നതയും സാംസ്കാരിക വൈവിധ്യവും ഉയർത്തിപ്പിടിക്കുകയും കുട്ടികളിലേക്ക് അവ പകർന്നു നൽകി അവരുടെ കഴിവുകൾ ഉത്തേജിപ്പിക്കുകയും ചെയ്യുകയാണ് കലോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദ് കാസിം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. This is not an opportunity for showcasing your talents there, but this is an opportunity for the expression of the creativity, your feelings, your emotions in the different form. That may be in the form of a dance, that may be in the form of a song. വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപ്രതിഭ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുവാനും മത്സരാധിഷ്ഠിതമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ കൂട്ടായ്മയുടെ പ്രാധാന്യം അറിയാനും പഠനത്തോടൊപ്പം പഠനേതര കാര്യങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് അല്ലസർ സ്കൂൾ. കോർഡിനേറ്റർമാരായ പൗലോസ് വർഗീസ്, ഫാത്തിമ മൊയ്തീൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി നജീം അഹമ്മദ്, ഫാത്തിമത്ത് നാദിയ എന്നിവർ ആശംസകൾ നേർന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഴ്ച വിരുന്നൊരുക്കി കല്യാണത്തണ്ടിൽ മേട്ടുകുറിഞ്ഞി പൂത്തതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. അതോടൊപ്പം ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട്. കല്യാണത്തണ്ടിൽ കാഴ്ച വിരുന്നൊരുക്കിയാണ് മേട്ടുകുറിഞ്ഞി വിഭാഗത്തിൽപ്പെടുന്ന കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരിക്കുന്നത്. മേഖലയിലെ കുന്നിൻ ചെരുവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ ഇവിടെ പൂത്തു നിൽക്കുന്നത്. 8 വർഷത്തിന് ശേഷമാണ് വീണ്ടും കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. ഇതോടെ കുറിഞ്ഞി കാണുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തുന്നവർ റീൽസുകൾ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും ചെടികൾ പറിച്ച് നശിപ്പിക്കുന്നുവെന്ന വ്യാപക പരാതി ഉയർന്നുണ്ട്. അതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച സ്ഥിതിയിലുമാണ്. നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വിഭാഗമായ മേട്ടുകുറിഞ്ഞിക്ക് അതിൻ്റെതായ പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നില്ല എന്നതും പരാതിക്കിടയാക്കുന്നു. അതോടൊപ്പം വാഴവര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ അനധികൃതമായി പണപ്പിരിവ് നടത്തി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട്. കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുറിഞ്ഞിച്ചെടികൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇത് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്കും നീളുന്നു. നിലവിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കല്യാണത്തണ്ടിൽ കുറിഞ്ഞിച്ചെടികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച വൈറലായി കഴിഞ്ഞിരുന്നു. ഇത് മുതലാക്കി സഞ്ചാരികളെ തെറ്റിദ്ധാരണപ്പെടുത്തി റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ഫീസ് ഈടാക്കുന്നതും. നഗരസഭയുടെ യാതൊരുവിധ അനുമതിയും കൂടാതെ നിരവധിയായ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു. കട്ടപ്പന നഗരസഭയുടെ ഹൃദയഭാഗമായിട്ടുള്ള കല്യാണത്തണ്ട് മലനിരകൾ, പ്രത്യേകിച്ച് മുളകരമേടും കവന്തിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഭാഗത്ത് അത്യപൂർവമായൊരു ദൃശ്യം 14 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ട്. ഇപ്പോൾ ഈ മലമുകളിൽ തന്നെ 100 കണക്കിന് ആളുകളുണ്ട്. ഈ ദൃശ്യം പുറത്തു കൊണ്ടുവരികയും ഇത് പുറലോകത്തെ അറിയിക്കുകയും ചെയ്ത് കട്ടപ്പനയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ്. അവരോട് ഈ വാർഡിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള നന്ദി അറിയിക്കുന്നു. കാരണം ഈ കല്യാണത്തണ്ടിൻ്റെ ടൂറിസം, മുളകരമേടിൻ്റെ ടൂറിസം ഒരിക്കൽ കൂടി ജനഹൃദയങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അറിയാം, ഇവിടുത്തെ ഈ കാറ്റും ഈ നീലക്കുറിഞ്ഞിയുമല്ല ഒരിക്കലും ലഭിക്കാത്ത ഒരു അനുഭൂതി. എന്ത് മാനസിക പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് 10 മിനിറ്റ് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിജയമാണ്. ഏതാനും ചില സ്വകാര്യ വ്യക്തികൾ, റിസോർട്ടുകാർ, അവർ ഫീസ് ഈടാക്കി നീലക്കുറിഞ്ഞി കാണുന്നതിന് അവസരമൊരുക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യവും വഴി നടക്കാനും ഇത് കാണാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അതിന് വിപരീതമായി ഫീസ് വെച്ച് അത് കാണിക്കാനാണ് തീരുമാനമെങ്കിൽ അത്തരം ഒരു പരാതി നഗരസഭയിൽ ലഭിച്ചാൽ കൃത്യമായി അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടി ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. നിലവിൽ കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ വാഴവര നിർമ്മല സിറ്റിക്ക് സമീപമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തു നിൽക്കുന്നത്. കുറിഞ്ഞികളോടൊപ്പം ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച കൂടി ചേർന്നതോടെയാണ് മേഖലയ്ക്ക് കൂടുതൽ ആകർഷണമുണ്ടാകുന്നത്. നിലവിൽ പൂത്തിരിക്കുന്ന കുറിഞ്ഞിച്ചെടികൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതോടൊപ്പം അനധികൃതമായി ഫീസ് ഈടാക്കുന്ന റിസോർട്ടുകളുടെ പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ നടത്തപ്പെടുന്ന കേരള പ്രീമിയർ ലീഗിലെ ഒരു ടീമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൊടുപുഴ സ്വദേശി ജോബിൻ പി ജോബി. താരലേലം മുഖേന്ദ്രമാണ് ജോബിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ അണ്ടർ 23 ഇടുക്കി ടീമിലും അംഗമായ ജോബിൻ 19 വയസ്സിൽ താഴെയുള്ള കേരള ക്രിക്കറ്റ് ടീമിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്യാമ്പിൽ പങ്കെടുത്തു വരികയായിരുന്നു. 9 വയസ്സ് മുതൽ ഇടുക്കി ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ജോബിൻ ക്രിക്കറ്റ് പരിശീലനം നടത്തിവരുന്നു. 7ാം ക്ലാസ് വരെ തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ പഠിച്ചിരുന്ന ജോബിൻ പിന്നീട് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിൽ ചേർന്ന് പഠനം തുടർന്നു. ഇപ്പോൾ +2 വിദ്യാർത്ഥിയാണ്. അണ്ടർ 14, അണ്ടർ 16 കേരള ടീമിൽ ഇടം ലഭിച്ച ജോബിൻ 12 വയസ്സ് മുതൽ നാളിതുവരെ കേരളത്തിനു വേണ്ടി കളിച്ചു വരുന്നു. കൂടാതെ കേരളത്തിൽ നിന്നും ക്രിക്കറ്റിന്റെ ഭാഗമായി എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സ്പോർട്സ് വകുപ്പ് മന്ത്രിയായ അനുരാഗ് ഠാക്കൂറിൽ നിന്നും അവാർഡും സ്വീകരിച്ചിരുന്നു. ഇടുക്കി ജില്ലയ്ക്കും തിരുവനന്തപുരം ഷൈൻസ് അക്കാദമിക്കും വേണ്ടി ക്രിക്കറ്റ് ലീഗ് മാച്ചുകളും കളിച്ചു വരുന്നു. 19 വയസ്സിൽ താഴെ പ്രായമുള്ള കേരള ക്രിക്കറ്റ് ടീമിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്യാമ്പിൽ പങ്കെടുത്തു വരവെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ നടത്തുന്ന കേരള പ്രീമിയർ ലീഗിലെ ഒരു ടീമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് താരലേല മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അണ്ടർ 23 ഇടുക്കി ടീമിലും അംഗമാണ്. ജോബിന്റെ സഹോദരൻ ബിടെക്കിന് കോതമംഗലം MA കോളേജിൽ പഠിക്കുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ തൊടുപുഴ തെക്കുംഭാഗം പേണ്ടാനത്ത് ജോബി പി ചാക്കോയുടെയും ST ഡിപ്പാർട്ട്മെന്റ് JS മഞ്ജുവിന്റെയും മകനാണ് ജോബിൻ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ചന്ദനമോഷണ കേസിൽ 2 പ്രതികളെ കുമളി ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ പശുമല സ്വദേശികളായ ജോമോൻ, മണികണ്ഠൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ തേയിലക്കാട്ടിൽ ഒളിപ്പിച്ച ചന്ദനമര കഷ്ണങ്ങൾ 7 കിലോയോളം തൂക്കം വരും. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റ് ചന്ദനമര കഷ്ണങ്ങൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റും അതോടൊപ്പം ചുരക്കുളം ആശുപത്രിയും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 മാസ കാലയളവിൽ 20ഓളം ചന്ദന മരങ്ങളാണ് മോഷണം നടന്നിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് 5ാം നമ്പർ ഫീൽഡിൽ നിന്നും ചന്ദനമര കഷണങ്ങൾ കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ വണ്ടിപ്പെരിയാർ പശുമല 2ാം ഡിവിഷൻ സ്വദേശികളായ ജോമോൻ, മണികണ്ഠൻ എന്നിവരെ പിടികൂടുകയും ചെയ്തു. ഇവർ തേയിലക്കാട്ടിൽ ഒളിപ്പിച്ച ചന്ദനമര കഷണങ്ങൾ 7 കിലോയോളം തൂക്കം വരും. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും മറ്റു ചന്ദനമര കഷ്ണങ്ങൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചുമുള്ള അന്വേഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. ചന്ദനമര മോഷണ പരമ്പരയിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇവർ എന്നും വൻകിട ചന്ദന കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുമളി റേഞ്ച് ഓഫീസർമാരായ അനിൽകുമാർ, ജോജി എം ജോൺ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK റിജിമോൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശേഖർ ദിനേശ്, അനിരുദ്ധൻ, രതീഷ്, സൈജുമോൻ, വാച്ചർമാരായ കാർത്തിക്, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. സൗത്ത് ഇന്ത്യ റോൾ ബോൾ അസോസിയേഷൻ, കേരള റോൾ ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിൽ വെച്ച് ഓഗസ്റ്റ് 17, 18 തീയതികളിൽ നടത്തപ്പെടുന്ന സൗത്ത് ഇന്ത്യ സീനിയർ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൗത്ത് ഇന്ത്യ റോൾ ബോൾ അസോസിയേഷൻ, കേരള റോൾ ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിൽ വെച്ച് ഓഗസ്റ്റ് 17, 18 തീയതികളിൽ നടത്തപ്പെടുന്ന സൗത്ത് ഇന്ത്യ സീനിയർ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഇടുക്കി MLA മാർ അതിഥികളായി എത്തിച്ചേരും. 17 വൈകിട്ട് 3 മണിക്ക് കായിക താരങ്ങൾ അണിനിരക്കുന്ന സ്പോർട്സ് റാലി ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് തപൻ ആചാര്യ, സൗത്ത് ഇന്ത്യ റോൾ ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MP സുബ്രഹ്മണ്യം, സംസ്ഥാന റോൾ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ പിള്ള, വിവിധ സംസ്ഥാന റോൾ ബോൾ അസോസിയേഷൻ സെക്രട്ടറിമാർ, വിശ്വദീപ്തി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, പൗരപ്രമുഖർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ റാലിയിലും ഉദ്ഘാടന സമ്മേളനത്തിലും പങ്കെടുക്കും. 4 കാറ്റഗറിയാണ്. മിനി 11 വയസ്സിന് താഴെയുള്ളവരുള്ളത്, സബ് ജൂനിയർ 11, 14, ജൂനിയർ 14 മുതൽ 17 വരെ, സീനിയർ 17 മുകളിലോട്ട്. അപ്പോൾ ഇതിൻ്റെ മത്സരം ഇതാണ് റോൾ ബോളിൻ്റെ മത്സരം. ഏജ് കാറ്റഗറി, മറ്റു കാര്യങ്ങളും ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൻ്റെ കാര്യങ്ങൾ ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേന്ദ്രൻ. ചാമ്പ്യൻഷിപ്പ് നടന്ന അടിമാലി വിശ്വദീപ്തിയിലാണ്. നമ്മൾ അന്ന് 17, 18 തീയതികളിലാണ് നമ്മൾ നടക്കുന്നത്. 17-ാം തീയതി 3 മണിക്ക് സ്പോർട്സ് റാലിയോടുകൂടി ആരംഭിക്കും. സ്പോർട്സ് റാലിയാണ് 17-ാം തീയതി 3 മണിക്ക് ആരംഭിക്കും. 4 മണിയോടുകൂടി ഉദ്ഘാടനം. കായിക മന്ത്രി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ, നമ്മുടെ MP ഡീൻ കുര്യാക്കോസ്, അങ്ങനെയുള്ള ജനപ്രതിനിധികളെ, നമ്മൾ അവിടുത്തെ A. രാജ MLA, MM മണി MLA, അങ്ങനെ ജനപ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കും. അവിടെ വരുന്നവർക്കുള്ള താമസവും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും അടിമാലിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അസോസിയേഷൻ്റെ തന്നെ, ഫെഡറേഷൻ്റെ തന്നെ ദേശീയ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, വിശ്വദീപ്തിയുടെ മാനേജർ വന്നിട്ടുണ്ട്. അവരാണ് ഇതിന് ആതിഥ്യം വഹിക്കുന്നത്. കേരള റോൾ ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി S, റോൾ ബോൾ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി PK രാജേന്ദ്രൻ, വിശ്വദീപ്തി സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലോത്ത് പടവിൽ, സ്റ്റേറ്റ്സ് എക്സിക്യൂട്ടീവ് അംഗം ഷിജി ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ്, സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ സ്പേസ് ഷോയും ജ്യോതിശാസ്ത്ര സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഊർജ്ജതന്ത്ര വിഭാഗത്തിന്റെ മുൻ മേധാവി ഡോക്ടർ ജോ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് ആശംസകൾ നേർന്നു. ഹെഡ് മാസ്റ്റർ സജി മാത്യു സ്വാഗതവും സയൻസ് ക്ലബ്ബ് സെക്രട്ടറി സീനാസ് കറിയ നന്ദിയും രേഖപ്പെടുത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ്, സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ സ്പേസ് ഷോയും ജ്യോതിശാസ്ത്ര സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഊർജ്ജതന്ത്ര വിഭാഗത്തിന്റെ മുൻ മേധാവി ഡോക്ടർ ജോ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രപഞ്ചം എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഡോക്ടർ ജോ ജേക്കബ് നയിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച സത്യങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചും
സ്പേസ് സയൻസിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും സെമിനാറിൽ പ്രതിപാദിച്ചു. ശാസ്ത്രീയ വിജ്ഞാപനം പകരുന്ന ലോകോത്തര നിലവാരത്തിലുള്ള മൊബൈൽ പ്ലാനറ്റോറിയം സ്കൂളിൽ സജ്ജമാക്കി നമ്മുടെ ഗാലക്സിയിലെ നൂറുകണക്കിന് ഗോളങ്ങളുടെ ചലനങ്ങളും പ്രത്യേകതകളും സ്പേസ് ഷോയിലൂടെ കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. വാർഷിക പുനരാവൃത്തി മനസ്സിലായതിനാൽ സ്ഥിരനിവാസങ്ങളും കൃഷിയും വികസിച്ചു. ആദ്യ സംസ്കാരങ്ങൾ വളർന്നു. ആകാശത്തിന്റെ ആദ്യ ഭൂപടങ്ങൾ പ്രകാശമേറിയ നക്ഷത്രങ്ങളെ രാശികളിൽ അക്കാലത്ത് തന്നെ വിഭജിച്ചു. ഭൂമിക്കും ആകാശത്തിനും അപ്പുറത്തുള്ള വിസ്മയ കാഴ്ചകൾ ആസ്വദിച്ച് കാണുവാൻ കരിമണ്ണൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് ആശംസകൾ അർപ്പിച്ചു. ഹെഡ്മാസ്റ്റർ സജി മാത്യു സ്വാഗതവും സയൻസ് ക്ലബ് സെക്രട്ടറി സീനാസ് കറിയ നന്ദിയും പറഞ്ഞു. സീനിയർ ടീച്ചർ മിനി എ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ജീസം അലക്സ്, അധ്യാപകരായ നിലു ജോർജ്, മിനി ചാക്കോ, ഷീന ജോസ്, മൈക്കിൾ പി ഓസിൻ, സിസ്റ്റർ ഡെയ്സി അഗസ്തി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴയുന്നതായി ആക്ഷേപം. കേരള സർക്കാർ ബജറ്റിൽപ്പെടുത്തി 5 കോടി അനുവദിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് എം മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തറക്കല്ലിട്ടത്. 2011 എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം തുടങ്ങിയ ഓഫീസിന്റെ ഒരു നില മാത്രമാണ് നിലവിൽ വാർക്കാനായത്. നിർമ്മാണം തുടങ്ങിയ ശേഷം 2023 വരെ ഒരു നില പോലും വാർത്തിരുന്നില്ല. വാർക്കുവാനായി കെട്ടിയ കമ്പികൾ മുഴുവനും തുരുമ്പെടുത്ത് കുറെ കാലം കിടന്നിരുന്നു. ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് തുരുമ്പെടുത്ത കമ്പികൾ മാറ്റാതെ തന്നെ കോൺക്രീറ്റിംഗ് നടത്തുകയായിരുന്നു. അത് കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടാക്കുമെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത്. രാജാക്കാട് പഞ്ചായത്തിൻ്റെ കെട്ടിടം പണി ആരംഭിച്ചിട്ട് ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അതിൻ്റെ ഒരു നില പോലും പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. എം മണി മന്ത്രിയായിരുന്നപ്പോൾ, മകൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 കോടി രൂപ അനുവദിച്ചിട്ട് കാലം 7-8 വർഷമായി. 8 വർഷമായിട്ടും ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ LDF 2ാം റൗണ്ട് അധികാരത്തിൽ വന്ന LDF സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നു, ഇത് എം മണിയും സർക്കാരും കൂടി ഒത്തുകളിച്ചുകൊണ്ട് രാജാക്കാട് പഞ്ചായത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ പൈസ അനുവദിച്ചെന്ന് പറയുകയും അങ്ങനെ കെട്ടിടം പണി ആരംഭിക്കുകയും ചെയ്തതാണ്. ഞങ്ങൾക്കിപ്പോൾ ശക്തമായ സംശയമുണ്ട് ഈ ബഡ്ജറ്റിൽ ഈ പണം അനുവദിച്ചിട്ടുള്ളതാണെന്ന്. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ രാജാക്കാട് പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ പണികൾ തീർത്ത് ആളുകൾക്ക് സുഗമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. 2011 മുതൽ രാജാക്കാട് പള്ളിവക വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴയുകയാണ്. പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ചെമ്മണ്ണാർ സ്വദേശിയായ കരാറുകാരനാണ് നിർമ്മാണ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. 2 നിലകളിലായി ഓഫീസ് സമുച്ചയവും 3ാം നിലയിൽ ഹാളുമായിട്ടാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ വർക്കുകളുടെ ബിൽ മാറി ലഭിക്കാത്തതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് നിർമ്മാണ ജോലികൾ വൈകാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് 5 കോടി രൂപ അനുവദിച്ച് കിട്ടിയതാണ്. നമ്മളതിൻ പ്രകാരം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കോവിഡിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും ഒക്കെ വർക്കിനെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വർക്ക് ഇപ്പം 1 നില വരെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മേളത്തെ 1 നിലയും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്, കട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് എന്നും തന്നെ ഉണ്ട്. പിന്നെ ഇച്ചിരി ഒരു സ്പീഡ് കുറവുണ്ട്. അത് നമ്മൾ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബില്ല് മാറുന്ന കാര്യമൊക്കെയാണ് പുള്ളി നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങളെല്ലാവരും കൂടി ഇടപെട്ട് അതിനിപ്പോൾ സ്പീഡായിട്ട് വരുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പൂർത്തീകരിക്കാവുന്ന രീതിയിൽ 6 മാസ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ കരാറുകാരനാണ് പഞ്ചായത്തിൽ അനുവദിച്ച ഹോമിയോ ആശുപത്രി നിർമ്മാണ കരാറും ഏറ്റെടുത്തിരിക്കുന്നത്. കാരണങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മുസ്ലിം ലീഗിന്റെ അതിരുവിട്ട അവകാശവാദമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തേണ്ടെന്നും CP മാത്യു തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മിഷൻ 2025 കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇടുക്കി കാൽവരി മൗണ്ട് മേഘമല റിസോർട്ടിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൽ ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ വികസന വകുപ്പ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ മുഖാന്തരം വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റ് ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ഏകോപന സമിതി തൊടുപുഴ സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അഞ്ച് പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന മൗണ്ട് സിനായി ഹോസ്പിറ്റലിൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നു. കാഴ്ച വിരുന്നൊരുക്കി കല്യാണത്തണ്ടിൽ മേട്ടുകുറിഞ്ഞി പൂത്തതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. എന്നാൽ പൂക്കൾ വ്യാപകമായി നശിക്കപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.